ഹായ് ഓൾ, വെൽക്കം ടു IAS ഫാക്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഒരു ഫോമുല വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പഠിക്കാനുള്ളതാണ് ട്രെയിൻ ഉണ്ട്, അതുപോലെ ബോട്ട് ആൻഡ് സ്ട്രീംസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബേസ് ആക്കി വെക്കേണ്ടത് എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആ കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അല്ലെങ്കിൽ എന്താണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫോമുലയാണ് എന്താ? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ പറയും സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയാം. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ഈ ടൈമിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയാൽ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ആണെങ്കിലോ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്ത് കിട്ടും? സ്പീഡ് ഇൻറ്റു ടൈം എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ മൂന്ന് കാര്യം ഓർത്തിരിക്കുക. അതായത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആ ഒരു ഫോമുല വെച്ചിട്ട് നമുക്ക് ഓരോന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മൾ ബേസിക്കായി പഠിക്കേണ്ടത്. പിന്നെ ആവറേജ് സ്പീഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ, ഇത് ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഒരു 5 കിലോമീറ്റർ സ്പീഡിൽ 5 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് 10 കിലോമീറ്റർ അയാൾ 10 കിലോമീറ്റർ പെർ ഹവറിൽ ട്രാവൽ ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിൽ അയാളുടെ എന്താ ആക്ച്വൽ ആവറേജ് സ്പീഡ് എന്താണ്? ഓക്കെ, അതായത് ഇവർ ഈ 20 കിലോമീറ്റർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ആവറേജ് എത്ര സ്പീഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും? അതായത് ഇപ്പോൾ എന്താ ഫസ്റ്റ് എന്താ ഒരു 5 കിലോമീറ്റർ സ്പീഡിലാണ് അയാൾ പോയത്, പിന്നെ 10 കിലോമീറ്റർ സ്പീഡിലാണ് അയാൾ പോയത്. അപ്പോൾ അതിൽ അയാൾ നമ്മളിപ്പോൾ പറയില്ല എന്താ 20 കിലോമീറ്റർ അയാൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി ടോട്ടൽ ആവറേജ് അയാൾ എത്ര സ്പീഡാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യാൻ എന്താ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ 20 ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ സ്പീഡ്. അപ്പോൾ ടോട്ടൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കണം. ക്ലിയർ? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇത് ടോട്ടൽ ടൈം ആട്ടോ, ഇത് സ്പീഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടൈം കണ്ടുപിടിക്കണം. അതായത് നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടൈം കണ്ടുപിടിക്കണം. ഇപ്പോൾ എന്താ ടൈം ഈക്വൽ ടു നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഇവിടുത്തെ ഈ ഫസ്റ്റത്തെ 10 കിലോമീറ്റർ മാത്രം എത്ര സ്പീഡ് ഉണ്ടാവും, എത്ര ടൈം ഉണ്ടാവും? അതായത് ഇവിടുത്തെ ഡിസ്റ്റൻസ് 10 ആണ്, ഡിവൈഡ് ബൈ അവിടുത്തെ സ്പീഡ് 5 ആണ്. സോ അവിടെ ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. ക്ലിയർ? അപ്പോൾ 2 കിട്ടി. പ്ലസ് നെക്സ്റ്റ് ഇവിടെയാണെങ്കിൽ കിലോമീറ്റർ 10 ആണ്, ഡിവൈഡ് ബൈ സ്പീഡ്. സോ അവിടെ 1 hour ആണ്. ക്ലിയർ? 1 hour ആണ്. അപ്പോൾ ടോട്ടൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 20/3. ക്ലിയർ? 20/3 6 പോയിന്റ് സംതിങ് കിട്ടും. ആദ്യം അയാൾ 5 കിലോമീറ്റർ, പിന്നെ അയാൾ 10 കിലോമീറ്റർ. സോ നമ്മൾ ആവറേജ് നോക്കുമ്പോൾ ഒരു 6 പോയിന്റ് സംതിങ് കിലോമീറ്റർ, 7ൻ്റെ അടുത്ത് അയാൾ സ്പീഡ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ആവറേജ് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ സ്പീഡാണ് ആവറേജ് സ്പീഡ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു എന്താ സ്പീഡിൻ്റെ കാര്യം പഠിച്ചു. എന്താ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ക്ലിയർ? അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഈ സ്പീഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് പറയാം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് 50 കിലോമീറ്റർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എത്ര ടൈം എടുക്കും? ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 10 hours അല്ലേ എടുക്കുക? 10 hours എടുക്കും. അതെങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ചെയ്താൽ നമുക്ക് ടൈം കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ കാര്യം ഓക്കെ അല്ലേ? ഇനി സപ്പോസ് സ്പീഡ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ പെർ അവർ ആയി, ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണ്, 50 കിലോമീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടൈം എത്രയാവും? ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 50 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 5 hours ആണ് ടൈം ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക, ആദ്യം സ്പീഡ് 5 ഉണ്ടാകുമ്പോൾ ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം എന്ന് പറയുന്നത് എത്രയായി? 10 ആയി, 10 hours. പിന്നെ സെക്കൻഡ് സ്പീഡ് എന്തായി? നമ്മൾ ഇൻക്രീസ് ചെയ്തു, സ്പീഡ് നമ്മൾ 10 ആക്കി. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്തായി? 5 ആയി. ക്ലിയർ? അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയും. സോ അതാണ് ഇവിടെ പറഞ്ഞത്, സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ നോക്കി വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമ്മൾ പഠിച്ച എന്താ? സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം.
ക്ലിയർ? സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയും. ആ കാര്യം നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസ്റ്റൻസ് D1ഉം D2ഉം ഈക്വൽ ആണെങ്കിൽ, അതായത് ഇപ്പോൾ എന്താ നമ്മൾ രണ്ട് തരത്തിലുള്ള അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇത്രയും കിലോമീറ്റർ പോകാൻ 50 കിലോമീറ്റർ പോകാൻ ഇത്രയും സ്പീഡ്, പിന്നത്തെ 50 കിലോമീറ്റർ പോകാൻ ഇത്രയും സ്പീഡ്, അങ്ങനെ പറഞ്ഞാൽ അതായത് D1 D2 ഈക്വൽ ആണെങ്കിൽ നമുക്ക് സ്പീഡ് 1ൻ്റെ അതായത് D1 പോകാൻ നമുക്ക് യൂസ് ചെയ്ത സ്പീഡിൻ്റെ റേഷ്യോ അതും D2 പോകാൻ നമ്മൾ യൂസ് ചെയ്ത സ്പീഡിൻ്റെ റേഷ്യോയും ഈക്വൽ ടു എന്താണ്? T2/T1 ആണ്. ക്ലിയർ? ആ കാര്യം കൂടി മനസ്സിലാക്കാം. D1ഉം D2 ആണ് നമ്മൾ രണ്ട് ഡിസ്റ്റൻസ്, അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ D1 പോകാൻ നമ്മൾ എത്ര സ്പീഡ് എടുത്തു? S1. D2 പോകാൻ നമ്മൾ എത്ര സ്പീഡ് എടുത്തു? S2. അപ്പോൾ ഇത് S1/S2 എന്ന് പറയുന്നത് T2/T1 ആണ്. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കേണ്ടത് റിലേറ്റീവ് സ്പീഡാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആവറേജ് സ്പീഡിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇതാണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് D. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എന്തായി? X കിലോമീറ്റർ സ്പീഡിൽ പോയെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ A to B X കിലോമീറ്റർ per hour സ്പീഡിൽ പോയി, B to A Y കിലോമീറ്റർ per hour സ്പീഡിൽ പോയി. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് സ്പീഡാണ് നമുക്കുള്ളത്, എക്സും വൈയും. അങ്ങനെ രണ്ട് സ്പീഡ് വന്നാൽ നമുക്ക് 2xy/x+y എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു സ്പീഡ് പഠിച്ചു, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് / ടോട്ടൽ ടൈം. അങ്ങനെയും കണ്ടുപിടിക്കാം. ഇനി അതല്ല, നമുക്ക് രണ്ട് സ്പീഡ് മാത്രമേ ഉള്ളൂ, ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് രണ്ടും സെയിം അല്ലേ? അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും രണ്ടും D ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2xy/x+y ആണ്. ഇനി അതുപോലെ നമുക്ക് 3 ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. 3 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് D ആണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് D ആണ്, ഈ ഗ്യാപ്പും D ആണ്. സോ എത്രയാണ്? 3 ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ 3 സ്പീഡ് ഉണ്ട്, km/h, ഇത് y km/h, z km/h. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആവറേജ് എന്ന് പറയുന്നത്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? 3xy z/xy + yz + zx. സോ ഈ കാര്യം കൂടി പഠിച്ചു വെക്കുക. ക്ലിയർ? zx. അതുപോലെ ഇതുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പഠിച്ച കാര്യം ഉണ്ടല്ലോ, എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് / ടോട്ടൽ ടൈം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താ? സെയിം ഡയറക്ഷൻ, അതായത് റിലേറ്റീവ് സ്പീഡ്. നമ്മൾ റിലേറ്റീവ് സ്പീഡാണ് പഠിക്കേണ്ടത്. അതായത് സെയിം ഡയറക്ഷൻ ആയാൽ, അതായത് എന്താ? നമ്മളിതാ ഇങ്ങനെ ഒരാൾ എന്താ ഇങ്ങോട്ട് പോകുന്നു, അതേ ഡയറക്ഷനിൽ മറ്റൊരാളും കൂടെ പോകുന്നു. ക്ലിയർ? രണ്ടു പേരും സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് x-y ആയിരിക്കും. സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് x-y ആണ്. ക്ലിയർ? ഓക്കെ, അതായത് നമ്മൾ ഇപ്പോൾ എന്താ, നമ്മളൊരു കാറിൽ ട്രാവൽ ചെയ്യുന്നു, മറ്റൊരാൾ മറ്റൊരു കാറിൽ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ എന്താ, നമുക്ക് സ്പീഡ് കുറഞ്ഞതായി തോന്നില്ലേ? അതായത് എന്തുകൊണ്ടാണ്? x-y ആണ് അവിടുത്തെ റിലേറ്റീവ് സ്പീഡ്. ഇനി ഒരു കാർ ഇങ്ങോട്ട് വരുന്നു, ഓപ്പോസിറ്റ് മറ്റൊരു കാർ പോകുന്നു. സോ നമുക്ക് എന്താ, സ്പീഡ് ഇൻക്രീസ് ആയത് നമ്മൾ പോകുന്നതിനേക്കാളും സ്പീഡ് കൂടുതലായി നമുക്ക് തോന്നാം. അപ്പോൾ എന്താ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ x+y ആയിരിക്കും. അതായത് ഇവിടുത്തെ സ്പീഡ് x km/h, ഇവിടുത്തെ സ്പീഡ് y km/h. സോ എന്താ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എന്താ? x+y ആയിരിക്കും. സോ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം യൂണിറ്റ് കൺവേർഷൻ. അതായത് നമ്മളിപ്പോൾ ടൈം ആൻഡ് സ്പീഡ് ഈ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്പീഡിൻ്റെ യൂണിറ്റ് എപ്പോഴും km/h വെക്കാം, അല്ലെങ്കിൽ m/s. ഇതിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. km/h അല്ലെങ്കിൽ m/s. ഈ രണ്ട് യൂണിറ്റിലാണ് നമ്മൾ പറയുക, അല്ലാണ്ട് m/h എന്ന് പറയില്ല. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിപ്പോൾ km/h എന്നുള്ള യൂണിറ്റിൽ തന്നു, പക്ഷേ ബാക്കിയെല്ലാ ക്വാണ്ടിറ്റി നമുക്ക് മീറ്ററിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്പീഡിനെ നമ്മൾ km/h എന്നുള്ള സ്പീഡിനെ m/s കൺവേർട്ട് ചെയ്യണം. സോ അതായത് ഇപ്പോൾ എന്താ, 1 km/h എന്ന് പറഞ്ഞാൽ നമുക്ക് 5/18 m/s ആണ്. ക്ലിയർ? 5/18 m/s ആണ്. അതായത് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 180 km/h എന്നാണ് നമ്മുടെ സ്പീഡ്. അപ്പോൾ ഇതിനെ നമ്മൾ m/s കൺവേർട്ട് ചെയ്യണം. സോ എന്ത് ചെയ്യും? 180
ഇൻറ്റു 5/18 ചെയ്താൽ നമുക്ക് എന്താ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. സോ 180 കിലോമീറ്റർ പെർ അവർ, അതായത് ഇവിടെ മീൻ ചെയ്യുന്ന എന്താ, ഒരു അവറിൽ 180 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ, ഒരു സെക്കൻഡിൽ 5 മീറ്റർ ട്രാവൽ ചെയ്യും. ഇതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി സെയിം നമുക്കിപ്പോൾ എന്താ 50 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റാണുള്ളത്, അതിനെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ എന്ത് ചെയ്യണം, ഇതിന് നേരെ തിരിച്ചിട്ടാൽ മതി. അതായത് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത്രയും കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ 50 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ക്വാണ്ടിറ്റി, യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം, എന്താണ്, കിലോമീറ്റർ പെർ അവറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ എന്ത് ചെയ്യും, 50 × 18/5. സോ ഇതും കട്ടായി 10. സോ 180 കിലോമീറ്റർ പെർ ഹവർ ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, 5/18, ഇവിടെ 18/5. സോ ഇത് കൺഫ്യൂഷൻ വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കിലോമീറ്റർ പെർ അവർ അത് വലിയ ക്വാണ്ടിറ്റിയാണ്, വലിയ ക്വാണ്ടിറ്റിയാണ് കിലോമീറ്റർ പെർ അവർ. അതും നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ആയ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ ന്യൂമറേറ്ററിൽ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 5 ആയിരിക്കും. ചെറിയ ക്വാണ്ടിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും ന്യൂമറേറ്ററിൽ. ഇനി അതല്ല, നമ്മൾ കിലോമീറ്റർ പെർ അവറിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും ന്യൂമറേറ്ററിൽ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ സെക്കൻഡിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറവായിരിക്കും. സോ ന്യൂമറേറ്ററിൽ ചെറിയ വാല്യൂ ആണ്. ഒരു അവറിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. സോ ന്യൂമറേറ്ററിൽ വലിയ വാല്യൂ ആയിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായി അറിയാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, റിലേറ്റീവ് സ്പീഡ്, സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ കൺവേർഷൻ, കിലോമീറ്റർ പെർ അവർ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്കാണെങ്കിൽ 5/18. ഇനി മീറ്റർ പെർ സെക്കൻഡ് നിന്ന് കിലോമീറ്റർ പെർ അവറിലേക്കാണെങ്കിൽ, അതായത് കിലോമീറ്റർ പെർ അവറിലേക്കാണെങ്കിൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? ആ കാര്യങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ക്ലിയർ? അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, എ മാൻ കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് ഇൻ 8 hours അറ്റ് എ സ്പീഡ് ഓഫ് 75 കിലോമീറ്റർ പെർ അവർ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ 6 hours. അപ്പോൾ ഇവിടെ എന്താണ്, ടൈം തന്നു. ഇതെന്താ, ഇത് ടൈമാണ്, കവർ ചെയ്യുന്ന ടൈം തന്നു. ഇതെന്താണ്, കിലോമീറ്റർ പെർ അവർ സ്പീഡ് തന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ, സെയിം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണ്ടേ, ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണം. സോ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സോ ഡിസ്റ്റൻസ് എത്ര കിട്ടും, നമ്മളിവിടെ നോക്കിയാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 75. ക്ലിയർ? 75 ആണ് സ്പീഡ്, ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 80 ആണ്. ക്ലിയർ? ഇതാണ് നമുക്ക് സ്പീഡ് കിട്ടുക, ഡിസ്റ്റൻസ് കിട്ടി. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. ഈ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ 6 hours കൊണ്ട് എത്ര ടൈം വേണം, എത്ര സ്പീഡ് വേണം? ഈ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ 6 hours ആണ് ടൈം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പീഡ് എത്ര വേണം, അതാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി, സ്പീഡ് ഈക്വൽ ടു എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 75 × 8 ആണ്. ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. ക്ലിയർ? നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഡിസ്റ്റൻസ് ആണിത്, ആ സെയിം ഡിസ്റ്റൻസ് ആണ് രണ്ടാമതും. പക്ഷേ എന്താ, ടൈം മാറി, ടൈം കുറഞ്ഞു. അപ്പം അങ്ങനെ ആകുമ്പോൾ സ്പീഡ് കൂടും. സോ 75/6 ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. 75/6 ചെയ്താൽ എത്ര കിട്ടും, ഇതും കട്ട് ചെയ്തു, 4, 3. സോ ഇതും കട്ട് ചെയ്തു, 1. പിന്നെ 15 എത്രയാണ്, 1ഉം. സോ എത്രയാണ്, ഇത് 4 കിട്ടി, ഇത് 3 കിട്ടി. ക്ലിയർ? സോ നമുക്ക് എത്ര കിട്ടും, അതായത് 75 × 8 / 6. നമ്മൾ ആദ്യം ഇതും കട്ട് ചെയ്തു. സോ 4, 3. ക്ലിയർ? നെക്സ്റ്റ് ഇതും കട്ട് ചെയ്യുമ്പോൾ 25 ആണ് കിട്ടുക. ക്ലിയർ? 25 അല്ലേ കിട്ടുക. സോ നമുക്ക് എത്ര കിട്ടും, 100 കിലോമീറ്റർ പെർ അവർ ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ നമ്മുടെ സ്പീഡ് 100 കിലോമീറ്റർ പെർ അവർ ആവണം. ആദ്യം 75 ആയിരുന്നു, ഇപ്പോൾ 100 ആവണം. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണ് കിട്ടുക. ഇനി അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞില്ലേ,
എന്താ D1ഉം D2ഉം സെയിം ആണെങ്കിൽ ഇവിടെ രണ്ടും എന്താ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? S1 ഡിവൈഡ് ബൈ S2 എന്ന് എഴുതാം, ഈക്വൽ ടു എന്താ T2 ഡിവൈഡ് ബൈ T1 ആണ്. ക്ലിയർ? സ്പീഡിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടൈം. സോ S1 ഡിവൈഡ് ബൈ S2 ഇവിടെ T2 ഡിവൈഡ് ബൈ T1 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റായി S1 ഇൻറ്റു T1 ഈക്വൽ ടു S2 ഇൻറ്റു T2 എന്ന് എഴുതാം. S1 എത്രയാണ്? S1 എന്ന് പറയാം നമുക്ക് ഇവിടുന്ന് എന്താ ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഏതാണ്? സ്പീഡ് 2 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ S2 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ S1 ഇൻറ്റു T1 ഡിവൈഡ് ബൈ T2 ചെയ്താൽ മതി. ക്ലിയർ? S1 എത്രയാണ്? S1 എന്ന് പറയുന്നത് 75, T1 8 ആണ്, അതുപോലെ T2 എന്ന് പറയുന്നത് 6 ആണ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 100 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണെങ്കിൽ നമുക്കിത് ഇങ്ങനെയും യൂസ് ചെയ്യാം, S1 ഡിവൈഡ് ബൈ S2 എന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഡിസ്റ്റൻസ് കാണാം, എന്നിട്ട് അതിനെ എന്താ നമ്മുടെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്പീഡ് കിട്ടും. ക്ലിയർ? അപ്പോൾ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഓക്കെ, രശ്മിക ഹാഡ് ടു ട്രാവൽ 612 കിലോമീറ്റർ ഇൻ കാർ ട്രാവലിംഗ് അറ്റ് എ സർട്ടൻ സ്പീഡ്. ഇഫ് ഹി റീച്ച്ഡ് ഹെർ ഡെസ്റ്റിനേഷൻ ഇൻ 9 കിലോമീറ്റർ ഫൈൻഡ് ദ സ്പീഡ്. അപ്പോൾ ഇവിടെ എന്താ സ്പീഡ് ഫൈൻഡ് ചെയ്യണം. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 612. ക്ലിയർ? 612 ആണ് ഡിസ്റ്റൻസ്, ഡിവൈഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 പിന്നെന്താ 8 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ? 68 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ ഇൻ കവറിങ് എ സർട്ടൻ ഡിസ്റ്റൻസ് ഓഫ് 60 കിലോമീറ്റർ. അപ്പോൾ 60 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടി. അർജുൻ ടേക്സ് 2 hours മോർ ദാൻ റോഹിത്. 2 hours മോർ ദാൻ റോഹിത് ആണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ക്ലിയർ? അർജുൻ എത്രയാണ്? അർജുൻ ഇപ്പോൾ സപ്പോസ് X കിലോമീറ്റർ പെർ അവർ ആണ് എടുക്കുന്നതെങ്കിൽ റോഹിത് Y ആണെന്ന് വിചാരിക്കാം. ക്ലിയർ? റോഹിത് Y കിലോമീറ്റർ പെർ അവർ ആണ് അതിൻ്റെ സ്പീഡ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇഫ് അർജുൻസ് ഡബിൾ, അതായത് ആദ്യം പറയുന്നത് എന്താണ്? രണ്ടുപേരുടെയും ട്രാവൽ ചെയ്ത ടൈമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 hours ആണ്. സോ അർജുൻ എത്രയാണ് എടുക്കുന്നത്? ഇവിടെ കൂടുതൽ എടുക്കുന്ന ആരാണ്? അർജുൻ ടേക്സ് 2 hours മോർ. അപ്പോൾ അർജുനാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. സോ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സോ ഡിസ്റ്റൻസ് എത്രയാണ്? 60 കിലോമീറ്റർ പെർ അവർ ഡിവൈഡ് ബൈ സ്പീഡ്. അർജുൻ്റെ സ്പീഡ് എത്രയാണ്? X ആണ്. ക്ലിയർ? അതും ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ ടൈം കിട്ടി. അപ്പോൾ അർജുൻ്റെ ടൈം കിട്ടി മൈനസ് റോഹിത്തിൻ്റെ ടൈം, ഡിസ്റ്റൻസ് ബൈ റോഹിത്തിൻ്റെ സ്പീഡ്, റോഹിത്തിൻ്റെ ടൈം കിട്ടി. ക്ലിയർ? എന്ന് പറയുന്നത് എത്രയാണ്? 2 hours ആണെന്ന് പറഞ്ഞു. 2 hours. ക്ലിയർ? ഇത് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മളിതിനെ, അതായത് പിന്നെ പറഞ്ഞു ഇഫ് അർജുൻ ഡബിൾ ഹിസ് സ്പീഡ്. അപ്പോൾ അർജുൻ ഡബിൾ ചെയ്തു, ദെൻ വുഡ് ബി ടേക്ക്, അതായത് അർജുൻ സ്പീഡ് ഡബിൾ ചെയ്താൽ എത്രയാണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 1 hour ലെസ് ദാൻ റോഹിത് ആയിരിക്കും. അപ്പോൾ അർജുൻ എന്ത് ചെയ്തു? സ്പീഡ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആരാണ്? ഇഫ് അർജുൻ ഡബിൾ സ്പീഡ് ദെൻ ടേക്ക് 1 hour ലെസ് ദാൻ റോഹിത്. അപ്പോൾ രോഹിത് ആണ് കൂടുതൽ ടൈം എടുക്കുന്നത്. സോ 60 ഡിവൈഡ് ബൈ Y എന്ന് പറയുന്നത് റോഹിത്തിൻ്റെ ടൈം, അതിനേക്കാൾ കുറവാണ് ആരുത്? അർജുൻ്റെ ടൈം. സോ 60 ഡിവൈഡ് ബൈ എന്താ 2x. ഇതാണ് അർജുൻ്റെ ഇപ്പോഴത്തെ ടൈം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? രണ്ടുപേരുടെയും ടൈമിൻ്റെ ഡിഫറൻസ് 1 hour ആണ്. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 60x എന്ന് പറയുന്നത്, അതായത് 60 ഡിവൈഡ് ബൈ X എന്ന് പറയുന്നത് X മൈനസ് 2 എന്ന് പറയുന്നത് എന്താ? 60 ഡിവൈഡ് ബൈ Y അല്ലേ? ക്ലിയർ? അതായത് ഞാൻ റൈറ്റ് സൈഡിലുള്ള 2വിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ക്ലിയർ? ഇനി അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ 60 ഡിവൈഡ് ബൈ Y എന്നുള്ള വാല്യൂ കിട്ടി. ആ വാല്യൂ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താ? 60 ഡിവൈഡ് ബൈ X മൈനസ് 2. പിന്നെ റിമൈനിങ് എന്താ? അതായത് ഇതിൻ്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടിയത്, മൈനസ് 60 ഡിവൈഡ് ബൈ 2x ഈക്വൽ ടു എന്താണ്? 1 ആണ് കിട്ടുക. ക്ലിയർ? ഇനി നമ്മളിത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസറായി. സോ ഈ 2നെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ റിമൈനിങ് എന്താ ഉള്ളത്? 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 60x മൈനസ് 60 ബൈ 2x ഈക്വൽ ടു എന്ത് കിട്ടും? 3 ആണെന്ന് കിട്ടും. പിന്നെ നമ്മളൊരു ഇതുപോലത്തെ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അതായത് അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ ഡിനോമിനേറ്റർ 2 ആക്കുന്നു. അപ്പോൾ രണ്ടും സെയിം ആവില്ലേ?
സോ രണ്ടും സെയിം ആയി. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയാൽ നമ്മൾ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ 120 ബൈ, അതായത് ഇവിടെ എന്താ ഫസ്റ്റത്തെ എന്താ 120 ബൈ നമുക്ക് കിട്ടുക 120 ബൈ 2x മൈനസ് 60 ബൈ 2x ആണ് കിട്ടുക, ഈക്വൽ ടു 3 ആണെന്ന് കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ നമ്മൾ എന്താ ഡിനോമിനേറ്റർ കോമൺ ആയി എടുക്കുക, 2x എടുക്കുക. പിന്നെ ഇവിടെ എന്ത് കിട്ടും? 60 ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ ഇനി എന്ത് ചെയ്യാം? നമ്മളിതാ ഇതും കട്ട് ചെയ്യാൻ വേണമെങ്കിൽ അപ്പോൾ എന്ത് കിട്ടും? 20 ആണെന്ന് കിട്ടും. ഇതും കട്ട് ചെയ്താൽ 10 ആണെന്ന് കിട്ടും. സോ എക്സ് ഈക്വൽ ടു 10 ആണെന്ന് കിട്ടും. സോ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തത്? അർജുൻ്റെ സ്പീഡാണ്. സോ അർജുൻസ് ഒറിജിനൽ സ്പീഡാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, എക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 10 ആണെന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ അർജുൻ്റെ സ്പീഡ് നമുക്ക് എന്ത് കിട്ടി? 10 ആണെന്ന് കിട്ടി. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിയേ, എ ട്രെയിൻ കവർ എ ഡിസ്റ്റൻസ് ഓഫ് 57.6 കിലോമീറ്റർ ഇൻ 48 മിനിറ്റ്. വാട്ട് ഇസ് ദ സ്പീഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ്? അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അങ്ങനെയാണ് കിട്ടുക. സോ നമ്മൾ നോക്കിയാൽ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിട്ടുള്ളത്? 57.6 ആണ് തന്നിട്ടുള്ളത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 57.6 ആണ്. സോ ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 48 മിനിറ്റ് ആണ്. അപ്പോൾ ഇത് കിലോമീറ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താ? കിലോമീറ്റർ പെർ ഹവറിലേക്ക് വരണം. ക്ലിയർ? കിലോമീറ്റർ പെർ ഹവറിലേക്ക് വരണം, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. അതായത് കിലോമീറ്റർ പെർ ഹവർ വരാം, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് വരാം. ഇവിടെ എന്താ? കിലോമീറ്റർ വന്നു, ഇവിടെ ഡിനോമിനേറ്ററിൽ മിനിറ്റ് ആണ് വന്നിട്ടുള്ളത്. നമ്മളെ ഫോമിൽ ഒന്നും അല്ല. പക്ഷേ എന്താ? ഫൈനൽ ആൻസർ വരേണ്ടത് എന്താ? മീറ്റർ പെർ സെക്കൻഡിലാണ് വരേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിലോമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റാം, ന്യൂമറേറ്റർ. സോ 57.6നെ നമ്മൾ കിലോമീറ്റർ ആണ്, അതിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ? ഡിവൈഡ് ബൈ 48 മിനിറ്റ് ആണ്, അതിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണം. കാരണം മീറ്റർ പെർ സെക്കൻഡിലാണ്, ന്യൂമറേറ്ററിൽ ഇപ്പോൾ മീറ്ററായി, ഡിനോമിനേറ്ററിൽ സെക്കൻഡിലേക്ക് മാറ്റണം. സോ നമ്മൾ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് മാറ്റിയാൽ എന്താ? ആൻസറായി. സോ ഇതും കട്ടായി. ബാക്കി എന്താ? ഇപ്പം നമുക്ക് 5760 ഡിവൈഡ് ബൈ 48 ഇൻറ്റു 6 എന്ന് കിട്ടും. ക്ലിയർ? ഇനി 6 കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് 96 എന്ന് കിട്ടും, 0. ഇനിയോ ഇതും കട്ട് ചെയ്താൽ 2 ആണെന്ന് കിട്ടും. സോ നമുക്ക് ഫൈനൽ ആൻസർ 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടും. ക്ലിയർ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ ആൻസർ കിട്ടുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയാൽ എ ആൻഡ് ബി സ്റ്റാർട്ട്സ് ഡ്രൈവ് സൈമൾട്ടേനിയസ്ലി. അതായത് രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു ഫ്രം പോയിന്റ് എക്സ് ആൻഡ് ഗോ ടുവാർഡ്സ് വൈ. അപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് എക്സ് ആണ്, വൈ ആണ്. എയും ബിയും സ്റ്റാർട്ട് ചെയ്തു. പിന്നെന്താ? എക്സ് ആൻഡ് വൈ ആർ 60 കിലോമീറ്റർ അപ്പാർട്ട്. അതായത് 60 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഡിഫറൻസ്. സോ എ സ്പീഡ് ഈസ് 4 കിലോമീറ്റർ പെർ അവർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത്, അതായത് സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ? എ സ്പീഡ് ഈസ് 4 കിലോമീറ്റർ പെർ അവർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി. ബിൻ്റെ സ്പീഡിനേക്കാളും എ സ്പീഡ് ഈസ് 4 കിലോമീറ്റർ പെർ അവർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി സ്പീഡ്. ബിൻ്റെ സ്പീഡിനേക്കാളും എന്താ? കുറവാണ് എൻ്റെ സ്പീഡ്. അപ്പോൾ ബിൻ്റെ സ്പീഡ് എക്സ് ആണെങ്കിൽ എൻ്റെ സ്പീഡ് എത്രയാണ്? ബിൻ്റെ സ്പീഡ് എക്സ് ആണെങ്കിൽ എൻ്റെ സ്പീഡ് കുറവല്ലേ? അല്ലെങ്കിൽ നോക്കിയേ, എ സ്പീഡ് ഈസ് 4 കിലോമീറ്റർ പെർ അവർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി. അപ്പോൾ എൻ്റെ സ്പീഡാണ് കുറവ്. സോ നമുക്ക് എന്താ? എൻ്റെ സ്പീഡ് നമുക്ക് എക്സ് എടുത്താൽ ബിൻ്റെ സ്പീഡ് നമുക്ക് എന്തെടുക്കാം? x+4 എടുക്കാമല്ലോ. സോ 4 ആണ് ഇവിടെ കുറവ്. ക്ലിയർ? നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് എ. അപ്പോൾ എക്സ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? ബി ആഫ്റ്റർ റീച്ചിങ് വൈ. ബി എന്താ? വൈയിലേക്ക് റീച്ച് ചെയ്തു, റിട്ടേൺ ആൻഡ് മീറ്റ് എ. അപ്പോൾ ഇവിടെ സ്പീഡ് കൂടുതൽ ആരാ? എ ആണ്. സോ നമ്മൾ സ്പീഡ് കൂടുതൽ ബി ആണ്. സോ ബി എന്ന് പറയുന്നത് ഇവിടുന്ന് ബി വരെ വൈ വരെ ട്രാവൽ ചെയ്തു, എന്നിട്ട് വീണ്ടും റിട്ടേൺ വന്നു. അപ്പോഴേക്കാണ് എ എന്തായത്? എ എന്ന് പറയുന്നത് അവിടെ എത്തിയത്. ക്ലിയർ? അപ്പോൾ എ ഇത്ര ദൂരം സഞ്ചരിച്ചതേ ഉള്ളൂ, ട്രാവൽ ചെയ്തേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ ഇവിടെ ആണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബി കൂടുതൽ ട്രാവൽ ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ ബി ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ബി എന്ന് പറയുന്നത് എന്തായി? ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
ടോട്ടൽ 60 ട്രാവൽ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നോക്കിയേ എന്താണ് പറയുന്നത്, എ ആൻഡ് ബി എക്സ് ആൻഡ് വൈ ആർ 60 കിലോമീറ്റർ അപ്പാർട്ട്. അപ്പോൾ ബി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ട്രാവൽ ചെയ്തു. ബി എന്ന് പറയുന്നത് എക്സ് മുതൽ വൈ വരെ കംപ്ലീറ്റ് ട്രാവൽ ചെയ്തു. സോ ബി എന്ന് പറയുന്നത് 60 കിലോമീറ്റർ ഫുള്ള് ട്രാവൽ ചെയ്തു. ബി ആഫ്റ്റർ റീച്ചിങ് വൈ റിട്ടേൺ ആൻഡ് മീറ്റ് എ അറ്റ് പോയിന്റ് 12 കിലോമീറ്റർ. അതായത് ഇത് 60 കിലോമീറ്റർ ട്രാവൽ ചെയ്തു ഇവിടം വരെ. പിന്നെന്തായി, ഈ 12 കിലോമീറ്ററും കൂടെ ട്രാവൽ ചെയ്തു. ക്ലിയർ? ബി എന്ന് പറയുന്നത് ഈ 12 കിലോമീറ്ററും കൂടെ ട്രാവൽ ചെയ്തു. സോ ടോട്ടൽ 72 കിലോമീറ്റർ ആണ് ബി ട്രാവൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ട്രാവൽ ചെയ്തത് എത്രയാണ്? 60 - 12 ആയിരിക്കില്ലേ? അതായത് ഇത് 12 ആണ്, എ ഇത്ര മാത്രമല്ലേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. സോ എ ട്രാവൽ ചെയ്തത് 48 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. ക്ലിയർ? ഇനി നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ, ഇവർ രണ്ടും എടുക്കുന്ന ടൈം സെയിം ആണ്. രണ്ടും എടുക്കുന്ന ടൈം സെയിം ആണ്, T1 ഉം T2. കാരണം ഒരാളെ സ്പീഡ് കൂടുതൽ മാത്രമേ ഉള്ളൂ, രണ്ടുപേരുടെയും ടൈം സെയിം ആണ്. സോ ബീൻ്റെ ടൈം എത്രയായിരിക്കും? ബീൻ്റെ ടൈം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. ബി എടുക്കുന്ന ടൈം എത്രയായിരിക്കും? നമുക്കറിയാം ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? ബി കവർ ചെയ്തത് 72 കിലോമീറ്റർ ആണ്. ബൈ ടൈം എക്സ് പ്ലസ് വൈ ആണ്. ഇതാണ് ബി എടുക്കുന്ന ടൈം. ഇപ്പോൾ രണ്ടുപേരുടെയും ടൈം ഈക്വൽ അല്ലേ, അപ്പോൾ ബി എടുക്കുന്ന ടൈം കിട്ടി. ഇനിയോ എൻ്റെ ടൈം എത്രയാണ്? ഡിസ്റ്റൻസ് 48 ആണ്, ബൈ അതിൻ്റെ സ്പീഡ് എക്സ്. ക്ലിയർ? ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. സോ ഇതും ക്രോസ് ചെയ്തു. 72x ഈക്വൽ ടു 48x പ്ലസ് 192. ക്ലിയർ? ഇങ്ങനെയല്ല കിട്ടുക. ഇനി ഇവിടുന്ന് നമുക്ക് എന്താ 24x ഈക്വൽ ടു 192 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 8 ആണെന്ന് കിട്ടും. ക്ലിയർ? എക്സ് ഈക്വൽ ടു 8. 192 ഡിവൈഡ് ബൈ 24 ചെയ്താൽ എക്സ് ഈക്വൽ ടു 8 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല, അപ്പോൾ നമുക്ക് എന്താ കിട്ടി? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ടൈം 1 ഉം ടൈം 2 ഈക്വൽ ആണെന്ന് അറിയാമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം D1 ഡിവൈഡ് ബൈ D2 ഈക്വൽ ടു S1 ഡിവൈഡ് ബൈ S2. അപ്പോൾ ഈ ഫോമുലയും കൂടെ നിങ്ങൾ അറിഞ്ഞാൽ സിമ്പിളായി ചെയ്യാം. രണ്ട് ടൈമും ഈക്വൽ ആണെങ്കിൽ ഡിസ്റ്റൻസ് D1 ഡിവൈഡ് ബൈ D2 ഈക്വൽ ടു S1 ഡിവൈഡ് ബൈ S2. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്റ്റൻസ് രണ്ടും D1 D2 ഈക്വൽ ആണെങ്കിൽ S1 ഡിവൈഡ് ബൈ S2 T2 ഡിവൈഡ് ബൈ T1 ആണ് ഈക്വൽ ആണ്. ഇവിടെ നോക്കിയേ ടൈം രണ്ടും ഈക്വൽ ആണെങ്കിൽ D1 ഉം D2 ഉം S1 ഉം S2 ഉം അതിൻ്റെ റേഷ്യോ ആണ് ഈക്വൽ ആകുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റായി നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. D1 എത്രയാണ്? 72. D2 എത്രയാണ്? 48. S1 ഉം S2 അത് നമുക്ക് എത്രയാണ്? S1 S2 തമ്മിലുള്ള റേഷ്യോ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ക്ലിയർ? S1 S2 നമുക്ക് എത്രയാണ് കിട്ടുക? റേഷ്യോ നമ്മൾ ഫൈൻഡ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അതായത് ആദ്യം നമ്മൾ S1 S2ൻ്റെ റേഷ്യോ 3/2. ക്ലിയർ? 3/2 എന്ന് കിട്ടും. അപ്പോൾ അത് ഫൈൻഡ് ചെയ്താൽ നമുക്ക് സിമ്പിളായി കിട്ടും. അതായത് എന്താ, രണ്ടും 3/2 ആണ്. സോ 4 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? 3 × 4 എന്ന് ചെയ്യാം. 3 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആണെന്ന് എടുക്കാം. ക്ലിയർ? സോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ക്ലിയർ? അപ്പോൾ ഇവിടെ എൻ്റെ ആണെങ്കിൽ എന്താണ് 2 × 4, അതായത് ഇവിടുത്തെ 2 × 4, എൻ്റെ 2 × 4. ക്ലിയർ? അതായത് ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് D1 ബൈ D2 ഈക്വൽ ടു S1 ബൈ S2 ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് അറിയാം എന്താണെന്ന്. ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ അറിയാമല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 72 ബൈ, അതായത് ഈക്വൽ ടു 72 ബൈ 48 ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്താൽ 3/2 എന്ന് കിട്ടിയില്ലേ? ഇത് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ്. ആ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ തന്നെയാണ് S1 S2. ക്ലിയർ? അപ്പോൾ ഇവിടെ കിട്ടിയത് S1 നമ്മൾ എടുത്ത എന്തിൻ്റെയാണ് കൂടുതലുള്ളത്? അതായത് ബിൻ്റെ ആണ് S1 എന്ന്. ബിൻ്റെത് 3. SB ഡിവൈഡ് ബൈ SA ഇത് 2 ആണ്. ഓക്കെ, അപ്പോൾ 4 km/h ആണെന്ന് കിട്ടി. സോ നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്? എൻ്റെ സ്പീഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 × 4 ചെയ്താൽ 8 km/h ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ആൻസർ എന്താ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കാം. 2 cars A and B starting at a same time meet each other in opposite direction. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മീറ്റ് ചെയ്യുന്നത്. സെയിം ടൈമിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ
ആഫ്റ്റർ ടി അവേഴ്സ് ആൻഡ് ആഫ്റ്റർ അറൈവിങ് ദേ റീച്ച് ദെയർ ഡെസ്റ്റിനേഷൻ. അതായത് ഇവർ മീറ്റ് ചെയ്തു, ടി ടൈമിൽ അവർ മീറ്റ് ചെയ്തു. ടി ടൈമിൽ മീറ്റിംഗ് ടൈമിൽ ടി ആണ്. അത് കഴിഞ്ഞിട്ട് 5 hours 6 hours കൊടുത്തു. അതായത് ഇവിടുന്ന് വന്ന ആൾ, ഇവിടുന്ന് ആരായി ബി വന്നെങ്കിൽ മീറ്റ് ചെയ്ത ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് 5 hours എടുത്തു. ഇപ്പോൾ എ ഇവിടുന്ന് വന്നു, മീറ്റ് ചെയ്തതിന് ശേഷം ഡെസ്റ്റിനേഷനിലെത്താൻ 6 hours എടുത്തു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇഫ് ദ സ്പീഡ് ഓഫ് കാർ എ 55 km/h, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ബി? ഇതാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2 ഫോമിൽ ഇവിടെ പഠിക്കണം. അതായത് ഇവിടെ പറയുന്നത് മീറ്റിംഗ് ടൈം കഴിഞ്ഞിട്ട്, മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യത്തെ ആൾ 5 hours എടുത്തു, രണ്ടാമത്തെ ആൾ 6 hours എടുത്തു ഡെസ്റ്റിനേഷനിലെത്താൻ. ഓപ്പോസിറ്റ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ഇവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു. അതിനുശേഷം മീറ്റ് ചെയ്തതിന് ശേഷം ഒരാൾ 5, അതായത് ഓപ്പോസിറ്റ് ഇവിടെ നിന്നാണ് വരുന്നത്, ഇയാൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നത്, എന്നിട്ട് ഇവിടെ എത്തി. ക്ലിയർ? എന്നിട്ട് മീറ്റ് ചെയ്തതിന് ശേഷം 5 hours എടുത്തു ഡെസ്റ്റിനേഷനിലെത്താൻ. മറ്റാൾ മീറ്റ് ചെയ്തതിന് ശേഷം 6 hours എടുത്തു. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ T1 ആയിരിക്കും, ഇത് T2 ആയിരിക്കും ടൈം. അതായത് മീറ്റ് ചെയ്യുന്ന ടൈം നമുക്ക് T ആണെന്ന് പറയാം. അപ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന ടൈം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്താണ് T1 × T2 ആണ്. ക്ലിയർ? മീറ്റിംഗ് ടൈം, അവർ മീറ്റ് ചെയ്യുന്ന ടൈം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ റൂട്ട് T1 T2 എന്ന് ചെയ്താൽ മതി. ക്ലിയർ? ഇനി അതല്ല, ഇങ്ങനെ തന്നാൽ നമുക്ക് സ്പീഡ് ഓഫ് ബി ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം TA ഡിവൈഡ് ബൈ TB ആയിരിക്കും. റൂട്ട് TA ഡിവൈഡ് ബൈ TB ഇതായിരിക്കും. ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ബി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? ബി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ SB എന്ന് പറയുന്നത് SA ഇൻറ്റു റൂട്ട് TB ബൈ TA. ഓക്കെ? TB ബൈ TA ആണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതായത് ടൈം ഓഫ് ബി ബൈ ടൈം ഓഫ് എ. സോ ഇതെന്താണ്? സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് 55 ആണ്. ഓക്കെ? ടൈം ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? ബി എന്ന് പറയുന്നത് 5 ആണ്. ക്ലിയർ? ബി എന്ന് പറയുന്നത് 5 ആണ്. എ എന്ന് പറയുന്നത് 6 ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും ആണ് നമുക്ക് കിട്ടുന്നത്. എന്താണ്? 55 ഇൻറ്റു, ഇതാണ് നമ്മൾ സ്പീഡ് ഓഫ് ബി കിട്ടുന്നത്. 55 ഇൻറ്റു റൂട്ട് 5/6. ഓക്കെ? ഇതാണ് നമുക്ക് കിട്ടുക. ഇത്രയും km/h ആണ് കിട്ടുക, km/h. പക്ഷേ നമുക്ക് ആൻസർ ഇതുണ്ടോ? 55. ഇവിടെ 55 ഉണ്ട്, പക്ഷേ ഈ ആൻസർ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിലേക്ക് മാറ്റാൻ, ഇതിപ്പോൾ ഡിനോമിനേറ്ററിൽ 6 ഉണ്ട്. സോ നമുക്ക് ഇതിനെ ഒന്ന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ന്യൂമറേറ്ററിൽ നമ്മൾ 6 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ താഴെ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താ 36 ആയി. അപ്പോൾ റൂട്ടിന് വെളിയിലെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടില്ലേ? 55 ഡിവൈഡ് ബൈ ഇതിന് നമ്മൾ മാത്രം 6 വെളിയിലെടുത്തു, 6 കിട്ടി. സോ റൂട്ട് ഇതിനകത്തെന്ത് കിട്ടി? 30 എന്ന് കിട്ടും. സോ km/h. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായി കിട്ടുക. ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റായ ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ? മീറ്റ് ചെയ്തതിന് ശേഷം ഉള്ള ടൈം തന്നാൽ നമ്മളെന്താ? മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് T എന്ന് പറയുന്നത് റൂട്ട് T1 T2 ആണ്. അതുപോലെ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ? SB ഡിവൈഡ് ബൈ അല്ലെങ്കിൽ S2 ഡിവൈഡ് ബൈ S1 എന്ന് പറയുന്നത് T1 ഡിവൈഡ് ബൈ T2ൻ്റെ റൂട്ടായിരിക്കും. ഓക്കെ? ആ കാര്യം കൂടി പഠിച്ചു വെക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. എ സെയിൽസ്മാൻ ഹാസ് ടു കവർ 6 km in 3/4 hour. അപ്പോൾ 3/4 6 km കവർ ചെയ്യണം. ടോട്ടൽ 6 km ആണ്. ഇഫ് ഈ കവർ ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ഇൻ 2/3 ഓഫ് ദ ടോട്ടൽ ടൈം. അതായത് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 km ആണ് എന്താ? ഡിസ്റ്റൻസിൻ്റെ ഹാഫ്. ഇനി ടോട്ടൽ ടൈം എടുക്കുന്നത് എത്രയാണ്? ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3/4 hours ആണ്. ഇനി ഹാഫ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 2/3 ഓഫ് ദ ടോട്ടൽ ടൈം ആണ്. അതായത് ഹാഫ് കവർ ചെയ്യാൻ എടുക്കുന്നത് 2/3 ഓഫ് ദ ടോട്ടൽ ടൈം അല്ല എടുക്കുക. ഹാഫ് കവർ ചെയ്യാൻ 2/3 ഓഫ് ദ ടോട്ടൽ ടൈം. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കവർ ചെയ്യാൻ 2/3 ടൈം എടുത്തു. അപ്പോൾ റിമൈനിങ് എത്രയാണുള്ളത്? റിമൈനിങ് ബാക്കി ഹാഫിലുള്ളത് റിമൈനിങ് ഒരു ഹാഫ് കവർ ചെയ്യാൻ ടോട്ടൽ ടൈമിൻ്റെ 2/3 പാർട്ട് എടുത്തു. ക്ലിയർ? അപ്പോൾ ബാക്കി പാർട്ട് കവർ ചെയ്യാൻ, റിമൈനിങ് പാർട്ട് കവർ ചെയ്യാൻ എത്രയാണ്? റിമൈനിങ് ടൈം എത്രയുള്ള? ഇത് 2/3 എടുത്തു. റിമൈനിങ് അതായത്
ഈ 3/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. ഇതാണ് ടോട്ടൽ ടൈം. അതിൽ നമുക്ക് എങ്ങനെ ചെയ്താൽ 2/3 പാർട്ട് ഇപ്പോൾ എടുത്തു, റിമൈനിങ് പാർട്ട് എത്രയാണ് 1/3 ആണ്. ഇത് രണ്ടും കൂട്ടിയാലാണ് ടോട്ടൽ ടൈം കിട്ടുക. 2/3 പാർട്ട് എടുത്താൽ ബാക്കി റിമൈനിങ് 1/3 പാർട്ടാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ ടൈമിൻ്റെ 1/3 പാർട്ടാണ് റിമൈനിങ് എന്താ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ എത്രയാ 3/4. റിമൈനിങ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് 1/4 അവേഴ്സിൽ കവർ ചെയ്യണം. ഓക്കെ, 1/4 അവേഴ്സിലെ റിമൈനിങ് ഡിസ്റ്റൻസ് കവർ ചെയ്യണം. സോ സ്പീഡ് ഈക്വൽ ടു എന്താണ്? അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? ഇവിടെ നോക്കിയാൽ ദെൻ വാട്ട് മസ്റ്റ് ബി ഹിസ് സ്പീഡ് ടു കവർ ദ റിമൈനിങ് ഡിസ്റ്റൻസ് റിമൈനിങ് ടൈം. സോ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. റിമൈനിങ് ടൈം എത്രയേ ഉള്ളൂ? 1/4 മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ് എത്രയാണുള്ളത്? റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹാഫാണ്, 3 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ ടൈം എത്രയാണ് ബാക്കിയുള്ളത്? 1/4 അവേഴ്സ് ആണ്. ക്ലിയർ? അപ്പോൾ എത്രയാണ്? 12 കിലോമീറ്റർ പെർ ഹവറാണ് നമുക്ക് ആൻസർ കിട്ടുക. 12 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ? ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയാൽ 2 ബൈസൈക്കിൾസ് ഫ്രം എ ഹൗസ് സ്റ്റാർട്ട് അറ്റ് എ സ്പീഡ് ഓഫ് 24 കിലോമീറ്റർ പെർ അവർ അറ്റ് ഇൻ്റർവെൽ ഓഫ് 15 മിനിറ്റ്സ്. അപ്പോൾ 2 ബൈസൈക്കിളാണ് 15 മിനിറ്റ്സിൻ്റെ ഇൻ്റർവെൽ. അപ്പോൾ ആദ്യത്തെ ഇവിടെ എത്തി 50 മിനിറ്റ്സ്, അതിനുശേഷം അതായത് 50 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് 50 മിനിറ്റ്സ് ആണ്. അപ്പോഴാണ് മറ്റാൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും തമ്മിലുള്ള ഡിഫറൻസ് 15 മിനിറ്റ്സ് ആണ്. സോ എത്രയാണ്? 24 കിലോമീറ്റർ പെർ അവർ. സോ ഹൗ മച്ച് മോർ സ്പീഡ് ഡസ് എ വുമൺ കമ്മിങ് ഫ്രം ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ഹൗസ് ടു വാക്ക് സോ ദാറ്റ് ദ മീറ്റ് അറ്റ് 10 മിനിറ്റ്സ്. അതായത് ആക്ച്വലി ഇവർ ഡിഫറൻസ് എത്രയാണ്? രണ്ട് സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണ്. പക്ഷേ ഓപ്പോസിറ്റിന് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അയാളെ സ്പീഡ് എത്രയായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനും കൂടിയുണ്ട്. അയാൾ മീറ്റ് ചെയ്യുന്നത് 10 മിനിറ്റ്സിൽ ഇവർ രണ്ടിനെയും മീറ്റ് ചെയ്യും. ആക്ച്വലി ഇവർ ഇവിടുന്ന് രണ്ടും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്, 50 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പിലാണ് പോകുന്നത്. പക്ഷേ ഓപ്പോസിറ്റിന് വരുന്ന ആൾ ഇതിന് രണ്ടിനെയും 10 മിനിറ്റ്സിൽ കാണും. കാരണം എന്താ? ഓപ്പോസിറ്റിന് ഒരാൾ വരുന്നുണ്ട്, അയാൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് 10 മിനിറ്റ്സിൽ അയാൾക്ക് കാണാൻ പറ്റും. ക്ലിയർ? സോ അപ്പോൾ ഈ 15 മിനിറ്റ് കൊണ്ട് ആദ്യത്തെ സൈക്കിൾ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും? അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു എത്രയാണ്? അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്? 24. ടൈം എത്രയാണ്? ടൈം 15 മിനിറ്റ്സ് അല്ലേ? 15 മിനിറ്റ്സ് ആണ്. പക്ഷേ 24 അവേഴ്സാണ് തന്നിട്ടില്ല. കിലോമീറ്റർ പെർ അവർ അല്ലേ? അപ്പോൾ മിനിറ്റ്സിനെ നമ്മൾ ഹവറിലേക്ക് മാറ്റുന്നു. സോ 60 കൊണ്ട് ചെയ്യുന്നു. സോ ഇതും കട്ടായി 4 എത്ര കിട്ടും? നമുക്ക് ഏതൊക്കെ കട്ട് ചെയ്യാം? ഇതും കട്ട് ചെയ്യാം, 4 കിട്ടും. സോ 6 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 6 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് സൈക്കിൾ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ആ കാര്യം ഓക്കെ അല്ലേ? ഇനി അപ്പോൾ ആ 6 കിലോമീറ്റർ ആണ് രണ്ട് സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലായോ? ആ 6 കിലോമീറ്റർ, അതായത് ആദ്യത്തെ സൈക്കിള് ഇവിടെ എത്തി, അപ്പോഴാണ് രണ്ടാമത്തെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് സൈക്കിൾ 2 ഉള്ളത്, സൈക്കിൾ 1. അപ്പോൾ ആദ്യത്തെ സൈക്കിൾ 6 കിലോമീറ്റർ അപ്പുറം എത്തി. അതിനുശേഷമാണ് രണ്ടാമത്തെ സൈക്കിൾ വരുന്നത്. ഓക്കെ, അതൊക്കെ അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നൊരു വുമൺ ഈ 6 കിലോമീറ്റർ 10 മിനിറ്റ് ഗ്യാപ്പിലാണ് കാണുന്നത്. 6 കിലോമീറ്റർ 10 മിനിറ്റ്, അതായത് ഈ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ അയാൾ 10 മിനിറ്റ് എടുത്തുള്ളൂ. അതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ആദ്യം ഒരാളെ കണ്ടുവിടുന്നത്, പിന്നെ അടുത്ത ആളെ ഇവിടെ കണ്ടു. അപ്പോൾ 10 കിലോമീറ്റർ, അതായത് 10 മിനിറ്റ് കൊണ്ട് മാത്രമാണ് ഇവർ 6 കിലോമീറ്റർ എടുത്തത്. ക്ലിയർ? അപ്പോൾ എന്താണ്? എത്രയായിരിക്കും ഇവരുടെ സ്പീഡ്? അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡാണ്. അതായത് ഇവിടെ നിന്നുള്ള ഈ സൈക്കിളിൻ്റെ സ്പീഡ് ഉണ്ടാവും. ഒരു സൈക്കിൾ ഇങ്ങോട്ട് പോകുന്നു, ഈ സൈക്കിൾ ഇങ്ങോട്ട് പോകുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ റിലേറ്റീവ് സ്പീഡാണ് സൈക്കിൾ. അതായത് ഈ സ്പീഡ് എന്ന് പറയുന്നത്, ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് സൈക്കിളിൻ്റെ സ്പീഡ് പ്ലസ് വുമൻ്റെ സ്പീഡാണ്. സൈക്കിളിൻ്റെ സ്പീഡും വുമൻ്റെ സ്പീഡും കൂട്ടിയാൽ നമുക്ക് അവിടുത്തെ ഡിസ്റ്റൻസ് ബൈ ടൈം കിട്ടും. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണ്. ക്ലിയർ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 6 ആണെന്ന് കിട്ടി. ഇനി ടൈമാണ്. ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ് കൊണ്ടാണ് അയാൾ കണ്ടത്. സോ 10 മിനിറ്റ്സ് ആണ്. 10 ഡിവൈഡ് ബൈ 60 ചെയ്യാം. കാരണം എന്താ? മിനിറ്റിന് നമ്മൾ അവറിലേക്ക് മാറ്റണം. സോ ഡിവൈഡ് ബൈ 60 ചെയ്താൽ എത്ര കിട്ടും? സോ നമുക്ക് എന്ത് കിട്ടും? 6 × 60 ഡിവൈഡ് ബൈ 10. ഇതും ക്യാൻസലായി. ബാക്കി 36 ആണ്. 36 എത്ര കിട്ടാ? അല്ലേ? 36 അല്ലേ കിട്ടാ?
36 എന്താണ് km/h. 36 km/h ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് സൈക്കിളിൻ്റെ സ്പീഡ് പ്ലസ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് പ്ലസ് വുമൻ്റെ സ്പീഡ്. സോ 36 km/h. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വുമൻ്റെ സ്പീഡ് അല്ലേ? വുമൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താ? 36 മൈനസ് സൈക്കിളിൻ്റെ സ്പീഡ് 24. ദാറ്റ്സ് ഈക്വൽ ടു 12 km/h. ഓക്കെ, 12 km/h ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് എ കാർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 30%? It takes 20 minutes less to cover the same distance. What is the time taken by cover to the same distance in usual speed? So അതായത് യൂഷ്വൽ സ്പീഡ് ഇപ്പോൾ 100 ആണെങ്കിൽ അയാൾ എന്ത് ചെയ്തു? പുതിയ സ്പീഡ്, ന്യൂ സ്പീഡ്, സെക്കൻഡ് സ്പീഡ് എന്ന് പറയുന്നത് എന്താ? 30% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 130% ആയി. ക്ലിയർ? അപ്പോൾ എന്താണ് നമുക്കറിയാം? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ആദ്യത്തെ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്നാൽ സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ ആദ്യത്തെ സ്പീഡ് എന്താണ്? 100 ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇൻറ്റു ടൈം എത്രയാണ്? ടി ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി സെക്കൻഡ് ആകുമ്പോൾ എന്താ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 130 ആയി. അപ്പോൾ എന്താ ടൈം എന്തായി എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് 24 minutes ലെസ്. ടൈം എന്ന് പറയുന്നത് ടി മൈനസ് 24 ആയി. ക്ലിയർ? ഇങ്ങനെയായി. അപ്പോൾ നമ്മൾ രണ്ട് ടൈമിലും എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 100t ഈക്വൽ ടു നമുക്ക് എന്താ? 130t മൈനസ് 24 എന്ന് ചെയ്യാം. ക്ലിയർ? അപ്പോൾ 100t ഈക്വൽ ടു 130t മൈനസ് പിന്നെന്താ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 ഇൻറ്റു 24 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 312. ഓക്കെ, 312 പിന്നെ ഒരു 0 ഉണ്ടല്ലോ, 130 അല്ലേ? സോ ഇങ്ങനെ കിട്ടും. സോ ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ 30t എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 3120 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 0 ക്യാൻസലായി 3 കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? t ഈക്വൽ ടു 104 മിനിറ്റ് എന്ന് കിട്ടും. ക്ലിയർ? t ഈക്വൽ ടു ടൈം എന്ന് പറയുന്നത് 104 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇനിഷ്യൽ ടൈമല്ലേ നമ്മൾ എടുത്തത് t ആയിട്ട്. സോ 104 മിനിറ്റ് ആണ്. 104 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാലോ. എത്രയാണ്? 1 hour 60 മിനിറ്റ് ആണ്. സോ 1 hour 60 മിനിറ്റ് പ്ലസ് 44 മിനിറ്റ്. അപ്പോൾ 1 hour 44 മിനിറ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് ഓക്കെ. ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് എ ആൻഡ് ബി ഈസ് 4:5. അപ്പോൾ എൻ്റെയും ബിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് സ്പീഡാണ് 4:5 ആണ്. ഹെൻസ് എ ടേക്സ് 20 minutes മോർ than the time taken by B to reach the destination. If A had worked at double his speed, he would have to cover the distance. അപ്പോൾ ഇവിടെ സെയിം ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് സെയിം ആണ്. സെയിം ഡിസ്റ്റൻസ് ആയാൽ നമുക്കറിയാം എന്താണ്? സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ സ്പീഡ് എന്ന് പറയുന്നത് 4:5 ആയാൽ ടൈം എന്ന് പറയുന്നത് എന്താണ്? 5:4 എന്ന് എഴുതാം നമുക്ക്. ക്ലിയർ? ഇനി ഇവരുടെ എന്താ? ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? എ ടേക്സ് 20 minutes മോർ ദാൻ ടൈം ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയിനേക്കാളും 20 ടൈം കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞു. സോ ഇവർ തമ്മിലെ ഡിസ്റ്റൻസ് ഇപ്പോൾ എത്രയാണ്? 1 യൂണിറ്റ് ആണ്. ആ 1 യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലായിട്ട് എത്രയാണ്? 20 മിനിറ്റ് ആണ്. എത്രയാണ്? 20 മിനിറ്റ് ആണ് ആക്ച്വൽ ആയിട്ടുള്ളത്. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണെന്ന് കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ് എത്രയാണ്? 100 മിനിറ്റ് ആണ്. 4 യൂണിറ്റ് എത്രയാണ്? 80 മിനിറ്റ് ആണ്. ക്ലിയർ? ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇനി പറയുന്നു എന്താ? ഇഫ് എ ഹാഡ് വാക്ക്ഡ് അറ്റ് ഡബിൾ ഹിസ് സ്പീഡ്. സ്പീഡ് ഡബിൾ ആയാൽ ടൈം എന്താ? ഹാഫ് ആവും. അപ്പോൾ സ്പീഡ് ഡബിൾ ആവുന്നു. അപ്പോൾ ടൈം എന്ത് ചെയ്യുന്നു? എ സ്പീഡ് ഡബിൾ ആക്കുന്നു, ടൈം ഹാഫ് ആവുന്നു. സോ 50 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ക്ലിയർ? ടൈം നമുക്ക് ആക്ച്വൽ ടൈം കിട്ടി, അത് 100 മിനിറ്റ് ആണ്. അപ്പോൾ എന്തായി? ടൈം സ്പീഡ് ഹാഫായി, സ്പീഡ് ഡബിൾ ആയി, ടൈം ഹാഫ് ആവും. സോ 50 മിനിറ്റ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ സി. അപ്പോൾ അങ്ങനെയാൽ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താ? അക്ഷിത കവർ എ ഡിസ്റ്റൻസ് ഓഫ് 300 കിലോമീറ്റർ അറ്റ് സ്പീഡ് ഓഫ് എത്രയാണ്? 300 കിലോമീറ്റർ 50 km/h. പിന്നെന്താ? 360 കിലോമീറ്റർ 30 km/h. 420 കിലോമീറ്റർ എത്രയാണ്? 60 km/h. ഇഫ് ഹെർ ആവറേജ് സ്പീഡ് ഓഫ് ദ ഓൾ ജേർണി ഈസ് കെ. അപ്പോൾ ആവറേജ് സ്പീഡ് തന്നു. ദെൻ ഹൗ മച്ച് ടൈം വിൽ ഷീ ടേക്ക് ടു കവർ? ഇത്രയും. അപ്പോൾ കെയിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സോ
നമ്മൾ ആദ്യം പറഞ്ഞാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ തന്നിട്ടുള്ള എല്ലാ വാല്യൂസും ആഡ് ചെയ്യുക. 300, 360 പ്ലസ് 420. ക്ലിയർ? ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയാം. ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം അറിയില്ലല്ലോ. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ക്ലിയർ? അപ്പോൾ ആദ്യം എത്രയാണ്? 300 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര ടൈം ഡിസ്റ്റൻസ് എടുത്തു? സ്പീഡ് എടുത്തു 50. സോ ടൈം 1 T1 എന്ന് പറയുന്നത് 300 ആണ് സ്പീഡ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ 50 കിലോമീറ്റർ. ക്ലിയർ? അപ്പോൾ 6 hours എടുത്തു. ഇനി T2 ടൈം കിട്ടാൻ എത്രയാണ്? 360 ആണ് ഡിസ്റ്റൻസ്, 30 km/h ആണ് എടുത്തത്. സോ 12 കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് T3 എത്രയാണ് ഡിസ്റ്റൻസ്? 420 ആണ്, 60 km/h ആണ്. സോ ഇതും ക്യാൻസലായി 7 hours കൊണ്ട് കവർ ചെയ്യും. സോ ടോട്ടൽ ടൈം എത്രയാണ്? ഇതൊക്കെ ആഡ് ചെയ്യാം. 6 + 12 + 7. ഇതാണ് ടോട്ടൽ. എന്താ കിട്ടി? ടോട്ടൽ നമുക്ക് ടൈം കിട്ടുക. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 600, 1000, 1080 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുക. ഡിവൈഡ് ബൈ എത്രയാണ് കിട്ടും? ഇത് എത്ര കിട്ടും? 13ഉം 12ഉം 25 കിട്ടും. ക്ലിയർ? ഇത്രയാണ് കിട്ടുക. സോ ഇത് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 43.2 km/h ആണെന്ന് കിട്ടില്ലേ? 43.2 km/h ആണ് നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടുക. ക്ലിയർ? ഇനി ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ടൈമാണ്. അതായത് നമുക്ക് കെൻ്റെ വാല്യൂ ആണ് കിട്ടിയത്. കെൻ്റെ വാല്യൂ ആണ് ആവറേജ് സ്പീഡായിട്ട് കിട്ടിയത്. സോ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ടൈം. സോ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എന്താണ്? സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 216 ഡിവൈഡ് ബൈ സ്പീഡ് എത്രയാണ്? 43.2 ആണ്. ക്ലിയർ? ഇത്രയാണ് കിട്ടുക. സോ ഇത് നമുക്ക് നോക്കിയാൽ 42.2 × 100 ചെയ്താൽ 10 ചെയ്താൽ നമുക്ക് എന്താ? 10 ചെയ്താൽ 43.2 × 10 ചെയ്താൽ നമുക്ക് 430 കിട്ടും. സോ അതെന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ്? ഡബിൾ അല്ലേ? സോ ഇതേ 43.2 × 5 ആണ് ഇവിടെ കിട്ടുക. സോ 5 hours ആണ് എടുക്കുക. 5 hours. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 5 hours ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയേ. എ ബൈക്ക് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h റീച്ചസ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ 10 minutes ലേറ്റ്. അപ്പോൾ 10 minutes ലേറ്റ് ആയി. ഇഫ് ഇറ്റ് റൺസ് 60 km, ഇറ്റ് അതായത് 50 km പോയാൽ 10 minutes ലേറ്റ് ആണ്. ക്ലിയർ? അതുപോലെ 60 km പോയാൽ 5 minutes എന്താ ലേറ്റ് ആണ്. ഓക്കെ. ഹൗ മെനി minutes should the bike take traveling at a usual speed to complete the journey on the same route to reach the on time? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പീഡ് ഈക്വൽ ടു നമുക്കറിയാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ക്ലിയർ? ആ കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണ്. ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആണ് രണ്ട് കേസിലും. ഓക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രണ്ട് കേസിലും ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ സ്പീഡ് എന്താ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ആദ്യത്തേതിൽ സ്പീഡ് എത്രയാണ്? 50. ആദ്യത്തേതിൽ സ്പീഡ് 50 ആണ്. സോ ടൈം എന്ന് പറയുന്നത് യൂഷ്വൽ ടൈമിനേക്കാളും 10 മിനിറ്റ് കൂടുതലാണ്. സോ എന്താ? നമ്മൾ യൂഷ്വൽ ടൈം T ആണെങ്കിൽ 10 മിനിറ്റ് കൂടുതലാണ്. ഓക്കെ. ഇത് മിനിറ്റിലേക്കാണ്. പക്ഷേ നമ്മളെന്താ? ഇത് km/h അല്ലേ? അപ്പോൾ ഇതിനെ ഹവറിലേക്ക് മാറ്റാൻ ഡിവൈഡ് ബൈ 60 ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. സെയിം ആണ്. ഇവിടെ 60 നോക്കിയേ. സ്പീഡ് 60 km/h ഇൻറ്റു അതിൻ്റെ ടൈം 10 മിനിറ്റ് ലേറ്റ് ആണ്. സോ 5 മിനിറ്റ് ലേറ്റ് ആണ്. T+5 ഡിവൈഡ് ബൈ എന്താണ്? 60 ആണെന്ന് കിട്ടും. അവറിലേക്ക് ചേഞ്ച് ചെയ്യും. ഇനി ഇതും കട്ട് ചെയ്യാം. നമുക്ക് ഇതും കട്ട് ചെയ്യാം. ക്ലിയർ? ബാക്കിയുള്ളത് നമ്മൾ എന്താ? 5T + 5 × 10 50, 60 + 6 × 5 എത്രയാണ്? 30. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? ഇതിങ്ങോട്ട് കൊണ്ടുവന്നാൽ T = 20 മിനിറ്റ് എന്ന് കിട്ടും. ക്ലിയർ? T = 20 മിനിറ്റ് എന്ന് കിട്ടും. ക്ലിയർ? T = 20 മിനിറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കിട്ടുക. ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? സോ
അതായത് നമ്മളിവിടെ ഇവിടെ നമുക്കെന്താ ഇത് മിനിറ്റിലാണ് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഇവിടെ രണ്ടും റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ എന്ത് ചെയ്യാം കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനലി എന്താ ഇത് കട്ട് ചെയ്ത് മാറ്റാം. അതുകൊണ്ട് നമുക്ക് എന്താ ഫൈനൽ ഓപ്ഷൻ മിനിറ്റിൽ തന്നെ കിട്ടും. ക്ലിയർ? അപ്പോൾ ഫൈനൽ 20 മിനിറ്റാണ് കിട്ടുക. സോ നെക്സ്റ്റ് നോക്കിയാൽ എ സ്റ്റാർട്ട്സ് എ ജേണി അറ്റ് 1 PM. എ എന്താ 1 PM സ്റ്റാർട്ട് ചെയ്തു അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h. ബി സ്റ്റാർട്ട്സ് ഫ്രം ദ സെയിം സ്പോട്ട് ആൻഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ 1:40 PM at a speed of 50 km/h. How many minutes will be taken to catch up? അപ്പോൾ എന്താ ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആരാ, അതായത് ഇങ്ങനെയാണുള്ളത്, എ ആണ് ഇവിടെ ഉള്ളത്. എ സ്റ്റാർട്ട്സ് ജേണി, എ 1 PM സ്റ്റാർട്ട് ചെയ്തു, എന്താ 40 km/h ആണ്. ബി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്, ബി സ്റ്റാർട്ട് ചെയ്ത് 1:40 സോ 40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ആ 40 മിനിറ്റ് കൊണ്ട് എ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. സോ ആ 40 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തു, അതായത് എ സ്പീഡ് എന്ന് പറയുന്നത് 40 km/h ആണ്. സോ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എത്രയായിരിക്കും, 40 km/h സ്പീഡ് ഇൻറ്റു ടൈം 40 എന്താണ് പറയുന്നത് ഇവിടെ km/h, 40 മിനിറ്റ് അല്ലേ പറയുന്നത്, 40 മിനിറ്റാണ് ട്രാവൽ ചെയ്തത്. അതിനെ ഹവറിലേക്ക് മാറ്റുമ്പോൾ 60 എന്ന് കൊടുക്കാം. ക്ലിയർ? 60 എന്ന് കൊടുക്കാം. സോ നമുക്കിവിടെ എന്ത് കിട്ടും, ഇതും കട്ട് ചെയ്യാം. പിന്നെന്താ 3, 2. സോ 80/3 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് 80/3 ആണ് ഇവിടുന്ന് ഇവിടത്തേക്ക് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ക്ലിയർ? 80/3 കിട്ടി. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 80/3 ഡിസ്റ്റൻസ് കിട്ടിയല്ലോ. അപ്പോൾ ഇപ്പം എന്താ എയും ബിയും അതായത് എ ഇവിടെ എത്തി, നെക്സ്റ്റ് ആണ് ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. 140 സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ 140. അപ്പോൾ ബി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ? ബി സ്റ്റാർട്ട് ചെയ്യുന്ന അറ്റ് എ സ്പീഡ് ഓഫ് 50 km/h. ഹൗ മെനി മിനിറ്റ് വിൽ ബി ടേക്കൺ ടു ക്യാച്ച് അപ്പ്? അതായത് ബീൻ്റെ സ്പീഡ് കൂടുതലല്ലേ, 50 അല്ലേ, എൻ്റെ 40 അല്ലേ. സോ ഇവരുടെ ഡിസ്റ്റൻസ് എത്രയാണുള്ളത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി കവർ ചെയ്യേണ്ടത് എത്രയാണ്, ബി ഈ 80/3 ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ എത്ര ടൈമാണ് കവർ ചെയ്യേണ്ടത് എത്രയാണ്, ഡിസ്റ്റൻസ് 80/3 ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ സ്പീഡ് എത്രയാണ്, റിലേറ്റീവ് സ്പീഡാണ്. രണ്ടും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് എന്താ റിലേറ്റീവ് സ്പീഡ് എത്രയാണ്, രണ്ടും മൈനസ് ചെയ്യണം. സോ 10 ആണ് റിലേറ്റീവ് സ്പീഡ് കിട്ടുക. സോ നമുക്ക് എന്ത് കിട്ടും, 80/30 8/3 അവേഴ്സ് കിട്ടും. ക്ലിയർ? 8/3 അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, 6/3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 അവേഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 2/3 കൂടെ ഉണ്ട്. 2ഉം 2/3 അവറും. 2/3 അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2/3 അവർ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റാമല്ലോ. ഇത് ചെയ്താൽ 60 ചെയ്താൽ മതി. സോ 20 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 40 എന്ന് കിട്ടില്ലേ, 40 മിനിറ്റ്. അതായത് 2 അവർ എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ് പ്ലസ് ഒരു 40 മിനിറ്റ്. സോ ടോട്ടൽ 160 മിനിറ്റ് ആണ് കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 160 മിനിറ്റ് ആണ് ടോട്ടലായിട്ട് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. അപ്പോൾ 160 മീറ്റർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ റെയ്മ കവർ സം ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 7 km/h ഓൺ ഫുട്ട് ആൻഡ് സം ഡിസ്റ്റൻസ് അറ്റ് 12 km/h ഓൺ ബൈസൈക്കിൾ. He had covered a distance of 64 km in 7 hours. How many hours did he travel on a bicycle? അപ്പോൾ ബൈസൈക്കിളിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ സൈക്കിളിൽ ട്രാവൽ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ ടൈം നമുക്ക് ടി ആണെന്ന് വിചാരിക്കാം. ക്ലിയർ? അപ്പോൾ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ സ്പീഡ് എത്രയാണ്, സൈക്കിളിൽ ട്രാവൽ ഇത് സൈക്കിളാണ് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 ആണ് സ്പീഡ് ഇൻറ്റു ടൈം ടി. 12t ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടുക. ക്ലിയർ? ഓക്കെ, 12t. അപ്പോൾ ടോട്ടൽ ടൈം എടുക്കുന്നത് എത്രയാണ്, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഹി ഹാഡ് ടു കവർ ദ ഡിസ്റ്റൻസ് 64 in 7 hours. ടോട്ടൽ ടൈം 7 hours ആണ്. അപ്പോൾ അതിൽ സൈക്കിൾ കവർ ചെയ്ത് ടി അവേഴ്സ് എടുത്തു. സോ റിമൈനിങ് എത്രയാണ്, 7 - t അവേഴ്സ് ആണ് നടന്നു പോയത്. സോ ബൈ ഫൂട്ട് ആണെങ്കിൽ എത്രയാണ് ഡിസ്റ്റൻസ്, ഇത് D1 ഇത് D2. ബൈ ഫുട്ട് ആണെങ്കിൽ എത്രയാണ്, സ്പീഡ് എന്ന് പറയുന്നത് 7 km/h. ഇനിയോ സ്പീഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്, ടൈം എന്ന് പറയുന്നത് 7 - t ആണ്. ക്ലിയർ? 7 - t ആണ്. സോ ഈക്വൽ ടു എന്ത് കിട്ടും, 7 - t എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 7 × 7 49
മൈനസ് 70 ഇതാണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് അതായത് D1 പ്ലസ് D2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 12T പ്ലസ് 49 മൈനസ് 70. ഈ D1 പ്ലസ് D2 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 64 എന്ന് പറയുന്നത്. 12T മൈനസ് 70 എന്ന് പറയുന്നത് എത്രയാണ്? 5T പ്ലസ് 49. സോ ഇവിടുന്ന് 5T ഈക്വൽ ടു 15 ആണെന്ന് കിട്ടും. അപ്പോൾ T ഈക്വൽ ടു നമുക്ക് 3 ആണെന്ന് കിട്ടും. T അല്ലേ നമ്മൾ എന്താ ബൈസൈക്കിളിൽ ട്രാവൽ ചെയ്ത ടൈമിന് എടുത്തത്. സോ ഹൗ മെനി അവേഴ്സ് ഡിഡ് ട്രാവൽ ഓൺ ബൈസൈക്കിൾ? എത്രയാണ്? 3 hours ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ 3 hours ആണ്. അടുത്ത നോക്കിയേ, എ പേഴ്സൺ ക്യാൻ കംപ്ലീറ്റ് എ ജേർണി ഇൻ 14 hours. 14 hours കൊണ്ട് ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ കവേഴ്സ് ദ ഫസ്റ്റ് 1/3 ഓഫ് ദ ഡിസ്റ്റൻസ് അറ്റ് ദ റേറ്റ് ഓഫ് 40 km/h. ദ റിമൈനിങ് ഡിസ്റ്റൻസ് അറ്റ് ദ റേറ്റ് ഓഫ് 60 km/h. അതായത് 1/3 അയാൾ 40 km/h ട്രാവൽ ചെയ്തത്. റിമൈനിങ് അപ്പോൾ 2/3 അല്ലേ, അത് 60 km/h ട്രാവൽ ചെയ്യുന്നത്. ക്ലിയർ? സോ നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടോട്ടൽ ടൈം തന്നു. ടോട്ടൽ ടൈം എത്രയാണ്? 14 hours കൊണ്ടാണ് ടോട്ടൽ ടൈം കവർ ചെയ്യുന്നത്. ആദ്യത്തത് 1/3 കവർ ചെയ്യാൻ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എന്ന് വിചാരിച്ചാൽ, അതായത് ഇവിടെ പറയുന്നത് എ പേഴ്സൺ കംപ്ലീറ്റ് എ ജേർണി ഇൻ ഹി കവർ ഫസ്റ്റ് 1/3 ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ, ഫുൾ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ അതിൻ്റെ 1/3, സോ x/3 അല്ലേ. ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്താ? ടൈം എത്രയായിരിക്കും? അതേ x/3 ഡിവൈഡ് ബൈ എന്താണ്? 60. x/3 ഡിവൈഡ് ബൈ അതിൻ്റെ സ്പീഡ് 40 അല്ലേ. സോ നമുക്ക് ഇങ്ങനെ എടുക്കാമല്ലോ, x/3 ഡിവൈഡ് ബൈ 40 എന്ന് പറഞ്ഞാൽ എന്താ? x/3 × 40 ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇതാണ് ഫസ്റ്റത്തെ ടൈം കിട്ടുക. പ്ലസ് രണ്ടാമത്തെ റിമൈനിങ് എന്താ? എക്സിൻ്റെ 2/3 പാർട്ട്. അപ്പോൾ 2x/3 ഡിവൈഡ് ബൈ അതിൻ്റെ സ്പീഡ് 60 ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 60 ഇടുന്നതിന് പകരം ഇവിടെ ഇൻറ്റു 60 ഇട്ടാൽ മതി. ക്ലിയർ? ഈ കോൺസെപ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. സോ അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി എന്താ? ഇനി നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? ഇത് അതായത് നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ എക്സ് ഡിവൈഡ് ബൈ 120 കിട്ടും, പ്ലസ് 2x ഡിവൈഡ് ബൈ 180 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതിന് രണ്ടിനെയും നമ്മൾ ഈക്വൽ ആക്കണം. ഓക്കെ, അപ്പോൾ ഇതേ ഇൻറ്റു 360 ആണ്. അപ്പോൾ ഇവിടെയും ഇൻറ്റു 3 കൊടുത്തു. ഇതേ ഇൻറ്റു 2 360 ആണ്. അപ്പോൾ ഇവിടെയും ഇൻറ്റു 2 കൊടുത്തു. അതായത് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയാൽ നമുക്ക് ഡയറക്റ്റായി ആഡ് ചെയ്യാം 360. അപ്പോൾ ന്യൂമറേറ്ററിൽ 3x ഇത് 4x 7x എന്ന് കിട്ടും. ക്ലിയർ? 7x = 14 എന്ന് കിട്ടി. ക്ലിയർ? ഇതും കട്ട് ചെയ്യാം. കാരണം എന്താ? ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ റൈറ്റിൽ നിന്ന് 7 ലെഫ്റ്റിലേക്ക് പോയാൽ ഡിനോമിനേറ്ററിൽ വരും. സോ അത് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ 2 എന്ന് കിട്ടും. സോ x = നമുക്ക് എന്ത് കിട്ടും? 720 km ആണെന്ന് കിട്ടും. x = 720 km ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 720 km. നെക്സ്റ്റ് നോക്കിയാൽ എ പേഴ്സൺ റീച്ച് ഹിസ് ഓഫീസ് 1 minute ബിഫോർ അറ്റ് എ സ്പീഡ് ഓഫ് 42 km/h. While that person travels at a speed of 36 km/h reaches എത്രയാണ്? 3 minute ഡിലേ ആവും. ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡസ് എ പേഴ്സൺ ട്രാവൽ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ട്രാവൽ ചെയ്താൽ 1 minute ബിഫോർ എത്തും. ഇനി മറ്റൊരു ടൈമിൽ ട്രാവൽ ചെയ്താൽ എത്രയോ മിനിറ്റ് ഏർലി എത്തും. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷനാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട് നമുക്ക്. എന്താ? S1 × S2 ഡിവൈഡ് ബൈ എന്താ? S1 - S2 അല്ലെങ്കിൽ എന്താ? രണ്ട് സ്പീഡിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻറ്റു ഡിഫറൻസ് ഓഫ് ടൈം. ഓക്കെ, ഡിഫറൻസ് ഓഫ് ടൈം. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കാം. ഇത് എന്താ? സിമ്പിളായി നമുക്ക് ചെയ്യാം. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ എന്താ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്താ? S1 എത്രയാണ്? 42 ആണ്. S1 42 ആണ്. മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6 അല്ലേ? ഡിഫറൻസ് 6 കിട്ടി. ഇൻറ്റു ഇവരുടെ ടൈമിൻ്റെ ഡിഫറൻസ്. അതായത് എന്താ? ഒന്ന് 1 minute ബിഫോർ എത്തി. ഓക്കെ, ഒന്ന് 1 minute ബിഫോർ ആണ് എത്തിയത്. മറ്റേതോ 4 minute ഡിലേ ആയി, 3 minute ഡിലേ ആയി. അതായത് ഇതാണ് നമ്മൾ ആക്ച്വൽ ടൈം. നമ്മൾ ആക്ച്വൽ ടൈം എന്താണ്? അപ്പോൾ 1 minute ബിഫോർ എത്തി. മറ്റത് നെക്സ്റ്റ് എന്തായി? 3 minute ലേറ്റ് ആയി. അപ്പോൾ ടോട്ടൽ ടൈം എത്രയാണ്? ഇവിടെ ഡിഫറൻസ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 1 ഉം 3 ഉം 4 ആണ്. 4 minute ആണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് ഓഫ് ടൈം എന്ന് പറയുന്നത് 4 minute ആണ്. ഒന്ന് 1 minute ഏർലി ആയി, ഒന്ന് 3 minute ലേറ്റ് ആയി. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 minute ആണ്. ആ ഡിഫറൻസ് ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്, 4 minute. ക്ലിയർ? ഇനിയോ
ഇവിടെ മിനിറ്റ് ആണ്, പക്ഷേ ബാക്കിയെല്ലാം ഹവറിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ യൂണിറ്റ് മറക്കരുത്, മിനിറ്റ് ആണുള്ളത്, ബാക്കിയെല്ലാം ഹവറിലുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഹവറിൽ മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്യാം. ഇത് 6 കൊണ്ട് ചെയ്താൽ 6, ഇത് 10. സോ എഗെയിൻ എന്താ, അപ്പോൾ നമുക്ക് എന്താ ഇതും ചെയ്യാൻ 2 3 കിട്ടും. ക്ലിയർ? ഇനി 3യും ഇതും ചെയ്താൽ 2 കിട്ടും. സോ 42 × 2 എന്താണ് 42 × 4, ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഉണ്ട് 2, 168 കിട്ടും, ഡിവൈഡ് ബൈ 10 കിട്ടും. സോ 16.8 ആണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്. 16.8 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് തീഫിൻ്റെ, പോലീസും തീഫുമാണ്. അതായത് എ തീഫ് ഈസ് 400 മീറ്റർ എഹെഡ് ഓഫ് പോലീസ്മാൻ. അതായത് ഇവിടെ പോലീസിൻ്റെ തീഫ് എന്ന് പറയുന്നത് 400 മീറ്റർ മുന്നിലാണുള്ളത്. ദ തീഫ് റൺസ് എവേ ആൻഡ് പോലീസ്മാൻ സ്റ്റാർട്ട്സ് ചേസിങ് ടുഗദർ. സപ്പോസ് ദ സ്പീഡ് ഓഫ് തീഫിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 10 km/h ആണ്. ഇനി സ്പീഡ് ഓഫ് പോലീസ്മാൻ എത്രയാണ്? 15 km/h. അതായത് പുറകിൽ വരുന്ന ആൾ സ്പീഡ് കൂടിയാൽ മാത്രമേ എന്താ ചേസ് ചെയ്യാൻ പറ്റൂ. സോ ഇത് 15 km/h ആണ്. സോ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ദ തീഫ് കവർ ബിഫോർ പോലീസ്മാൻ ക്യാച്ച്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് എന്താ ഇവിടുന്ന് ട്രാവൽ ചെയ്യണം? അതായത് ഇവിടെ ഒരു എക്സ് ഡിസ്റ്റൻസ് കഴിയുമ്പോൾ എന്തായി, തീഫ് ഇവിടെ എത്തും, പോലീസ്മാനും ഇവിടെ എത്തും, അപ്പോൾ ക്യാച്ച് ചെയ്യും. ഓക്കെ, ആ ഡിസ്റ്റൻസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എന്താ, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, അതായത് ഇവിടുന്ന് തീഫ് ഇവിടുന്ന് ഇവിടത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള ടൈമും പോലീസ്മാൻ ഇവിടുന്ന് ഇവിടത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള ടൈമും സെയിം ആയിരിക്കും. രണ്ട് ടൈമും സെയിം ആയിരിക്കും. രണ്ടുപേരുടെയും ടൈം സെയിം ആയിരിക്കില്ലേ? അതായത് തീഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ പോലീസ്മാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടുപേരും ഇവിടെ എത്തുമ്പോൾ സെയിം ടൈം ആയിരിക്കും. അപ്പോൾ രണ്ടുപേരുടെയും ടൈം ഈക്വൽ ആണ്. അപ്പോൾ പോലീസ്മാനിൻ്റെ ടൈം എന്താണ്? പോലീസ്മാൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സോ പോലീസ്മാൻ ട്രാവൽ ചെയ്യേണ്ടത് 400 + x ആണ്. അത്രയും ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യേണ്ടത്. സ്പീഡോ 15 എന്താ പറഞ്ഞിട്ടുള്ളത്? 15 km/h. പക്ഷേ ഇത് മീറ്ററിലാണ് പറഞ്ഞിട്ടുള്ളത്, ഓപ്ഷനും മീറ്ററിലാണ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. സോ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടൈം കിട്ടി. ഇനി സെക്കൻഡ് തീഫിൻ്റെ ടൈമോ, തീഫ് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യേണ്ടത്? വെറും x കിലോമീറ്റർ മാത്രമാണ്. ഡിവൈഡ് ബൈ സ്പീഡ് 10 ആണ്. പക്ഷേ എന്താ 5/18 എന്താണ് മൾട്ടിപ്ലൈ ആണ്. കാരണം അതെന്തുകൊണ്ടാണ് നമ്മൾ km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും ഉണ്ട്, ഇവിടെയും സെയിം സാധനമുണ്ട്, കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് 5 കൊണ്ട് കട്ട് ചെയ്താൽ 3 കിട്ടും, ഇത് 2 കിട്ടും. സോ ഇനിയോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 800 + 2x = 3 × ഇത് 3x. 800 = എന്താണ് x. അപ്പോൾ ഡിസ്റ്റൻസ് എക്സ് എന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 800 ആണ്. ക്ലിയർ? എക്സ് എന്ന ഡിസ്റ്റൻസ് നമുക്ക് 800 ആണെന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ സിമ്പിൾ അല്ലേ? എക്സ് എന്ന ഡിസ്റ്റൻസ് നമുക്ക് 800. ഓപ്ഷൻ ഏതാ? ബി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പി വൈക്ക് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 2-3 പി വൈക്ക് നോക്കാം. എക്സ് ആൻഡ് വൈ റൺസ് എ 3 km റേസ് along a circular course of length 300 മീറ്റർ ആണ്. ദർ സ്പീഡ് ആർ ഇൻ ദ റേഷ്യോ. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3:2. സ്പീഡിൻ്റെ റേഷ്യോ 3:2 ആണ്. ക്ലിയർ? സോ ഇഫ് ദേ സ്റ്റാർട്ട്സ് ടുഗദർ സെയിം ഡയറക്ഷനിലാണ്. സെയിം ഡയറക്ഷനിലാകുമ്പോൾ എന്താ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 3 - 2 ആണ്. 1 m/s. അതായത് നമ്മളിപ്പോൾ 3 m/s 2 m/s എടുക്കുന്നതാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 1 m/s ആണ്. ക്ലിയർ? 1 m/s ആണ്. ടോട്ടൽ ഇത് എത്രയാണ് ഉള്ളത്? 300 മീറ്റർ ആണുള്ളത്. അതായത് മീറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. റിലേറ്റീവ് സ്പീഡ് എന്താ? 1 m/s. അപ്പോൾ എത്രയാണ്? 300 സെക്കൻഡിൽ അവർ മീറ്റ് ചെയ്യും. 300 സെക്കൻഡിൽ മീറ്റ് ചെയ്യും. ക്ലിയർ? 300 സെക്കൻഡിൽ അവർ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ പിന്നെന്താ പറയുന്നത്? എക്സ് ടേക്സ് ടൈം. അപ്പോൾ എക്സ് എത്ര ടൈം എടുക്കും ടോട്ടൽ? എത്ര കിലോമീറ്റർ ഉള്ളത്? എക്സ്. അതായത് എക്സ് എത്ര ടൈംസ് എടുക്കും ടോട്ടൽ കവർ ചെയ്യാൻ? അതായത് 3 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ 3000 മീറ്റർ ആണുള്ളത്. ഡിവൈഡ് ബൈ ടൈം അല്ലേ? ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സ്പീഡ് എത്രയാണ്? ഇതിൻ്റെ സ്പീഡ് എത്രയാണ്? സ്പീഡ് നമ്മൾ എടുത്തത് എത്രയാണ്? 3 ആണ്. 3 യൂണിറ്റ് ആണ്. അതായത് 3 m/s നമ്മൾ എടുത്തു. 3. സോ എന്താണ്
1000 സെക്കൻഡ് കൊണ്ട് ഇയാളെ കവർ ചെയ്യും. 1000 സെക്കൻഡിൽ കവർ ചെയ്യും. ക്ലിയർ? 1000 സെക്കൻഡിലാണ് കവർ ചെയ്യുക. സോ 300 സെക്കൻഡിൽ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 1000 സെക്കൻഡിൽ കവർ ചെയ്യും. സോ ഫസ്റ്റ് 300ൽ മീറ്റ് ചെയ്യും, സെക്കൻഡ് 600ൽ മീറ്റ് ചെയ്യും, 900ൽ മീറ്റ് ചെയ്യും. സോ ഈ 3 ടൈംസ് മീറ്റ് ചെയ്യും. ക്ലിയർ? 3 ടൈംസ് മീറ്റ് ചെയ്യും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 3 ടൈംസ് മീറ്റ് ചെയ്യും. 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഓക്കെ, XYZ ആർ 3 contestants in a race of 1000 meter. അപ്പോൾ 1000 meter ഉണ്ട്, XYZ ഉണ്ട്. Assume that all run with different uniform speed. X gives Y a start of 40 meter. അപ്പോൾ X എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ Yക്ക് ഒരു 40 മീറ്റർ എന്താ എക്സ്ട്രാ എന്താ അവർക്കൊരു ബെനിഫിറ്റ് കൊടുത്തു. അപ്പോൾ Y ഇവിടെ ആയിരിക്കും, 40 മീറ്റർ അകത്തായിരിക്കും Y ഉള്ളത്. ക്ലിയർ? ഇനി പറയുന്നു X gives Z a start of 64 meter. അപ്പോൾ സെഡിന് 64 മീറ്റർ സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ സെഡ് ഇവിടെ 64 മീറ്റർ അപ്പുറമാണുള്ളത്. ക്ലിയർ? ടോട്ടൽ 1000 മീറ്റർ ആണുള്ളത്. ക്ലിയർ? ഇങ്ങനെയാണ് ഉള്ളത്. സോ ഇഫ് Y ആൻഡ് Z വെയർ ടു ബി കംപ്ലീറ്റ് ഇൻ റേസ് ഓഫ് 100 മീറ്റർ. അപ്പോൾ എക്സ് ഇല്ല, വൈയും സെഡും മാത്രമാണെങ്കിൽ ഹൗ മെനി മീറ്റർ സ്റ്റാർട്ട് വിൽ Y ഗീവ് ടു സെഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ വൈക്കും, അതായത് ഇതേ റേഷ്യോയിലാണെങ്കിൽ എക്സിനും വൈയും സെഡും തമ്മിൽ ഏത് ഇതിൽ എന്താ സ്റ്റാർട്ട് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റേഷ്യോ ആണ് നമ്മളിവിടെ ഫൈൻ ചെയ്യേണ്ടത്. അതായത് എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത് എത്രയാണ്? 1000 കംപ്ലീറ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. വൈ എന്ന് പറയുന്നത് 960 മാത്രമേ കംപ്ലീറ്റ് ചെയ്യൂ, കാരണം 400 മീറ്റർ സ്റ്റാർട്ട് കൊടുത്തു. പിന്നെന്താ സെഡ് എന്ന് പറയുന്നത് 64 മൈനസ് ചെയ്യണം. അപ്പോൾ എന്താണ് 936. ഓക്കെ, അതായത് 100 നിന്ന് എത്ര മൈനസ് ചെയ്താൽ 64 മൈനസ് ചെയ്താൽ എന്താ 936 അല്ലേ കിട്ടുക. ഓക്കെ, ഇനി നമുക്കിതാ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ ഇതിൻ്റെ റേഷ്യോ നോക്കാം. 4 കൊണ്ട് കട്ട് ചെയ്താൽ ഇതെന്താ നമുക്ക് 150 കിട്ടും, 250 കിട്ടും. ഇത് 2 എത്ര കിട്ടും? 40 കിട്ടും. ഇതെത്ര കിട്ടും? 234 അല്ലേ കേട്ടോ, 34 കിട്ടും. എഗെയിൻ നമുക്ക് 2 കൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. 125 കിട്ടും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 120 കിട്ടും. ഇവിടെ 117 കിട്ടും. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടുക. ഇനി അതായത് ഇതേ റേഷ്യോയിൽ തന്നെ നമ്മളെന്താ മറ്റതിനെ, അതായത് ഇനി എക്സ് ഇല്ല, വൈയും സെഡും മാത്രമാണ്. അപ്പോൾ ഇതേ റേഷ്യോയിലേക്ക് നമ്മൾ അതിനെ മാറ്റണം. സോ Y/Z ഇപ്പോൾ എത്രയാണുള്ളത്? Y/Z എന്ന് പറയുന്നത് 120/117 ആണ്. ഓക്കെ, അപ്പോൾ ഈ അടുത്തത് എക്സ് മാറുമ്പോൾ വൈ എന്ത് ചെയ്യണം? വൈ 1000 കിലോമീറ്റർ കവർ ചെയ്യണം. വൈ 1000 കിലോമീറ്റർ കവർ ചെയ്യണം. അപ്പോൾ വൈ എന്ന് പറയുന്നത് 1000 കിലോമീറ്ററും കവർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെഡ് എത്ര കിലോമീറ്റർ കവർ ചെയ്യണം? അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സെഡ് എത്ര കിലോമീറ്റർ ഫൈൻഡ് ചെയ്യണം? സോ സെഡ് കണ്ടുപിടിക്കാം. സോ ഇവിടെ നമ്മൾ സെഡിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? സെഡ് ഈക്വൽ ടു 1000 ഇൻറ്റു എത്രയാണ്? 1000 ഇൻറ്റു 117 ഡിവൈഡ് ബൈ 120. ക്ലിയർ? ഇതും ക്യാൻസലായി. പിന്നെ ഏതൊക്കെ കട്ട് ചെയ്യാം? 6 കിട്ടും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 50 കിട്ടും. എഗെയിൻ നമുക്ക് 3 കിട്ടും, 25. ഇത് കട്ട് ചെയ്ത് എന്ത് കിട്ടും? 39 കിട്ടും. 25 ഇൻറ്റു 39. ക്ലിയർ? 25 ഇൻറ്റു 39 ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 579. 975 ആയിരിക്കും. 975 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടാം. ക്ലിയർ? അപ്പോൾ ആക്ച്വലി സെഡ് എന്ന് വൈ എന്ന് പറയുന്നത് 1000-ലാണുള്ളത്, സെഡ് എന്ന് പറയുന്നത് 975-ലാണ്. അപ്പോൾ ഇവിടെ ഹെഡ് എത്ര കിട്ടിയത്? സ്റ്റാർട്ട് എത്ര കിട്ടിയത്? സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്, 25 ആണ് സ്റ്റാർട്ട് കിട്ടിയത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? 25 മീറ്റർ ആണ് സ്റ്റാർട്ട് കിട്ടിയത്. 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ എന്താ ട്രെയിൻ നോക്കാനുണ്ട്, അതുപോലെ ബോട്ട് ആൻഡ് സ്ട്രീംസ് ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കേണ്ട കാര്യം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം തന്നെയാണ്. ക്ലിയർ? അപ്പോൾ അടുത്ത ടോപ്പിക്കായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.